ദിവസം ഒരുപാട് സമയം പഠിക്കുന്നുണ്ട്, പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇത്ര മാത്രം പഠിച്ചിട്ടും എനിക്ക് നല്ലൊരു റിസൾട്ട് നേടാൻ പറ്റാതെ പോകുന്നത്? പല പരീക്ഷകൾക്കും കട്ട് ഓഫിനോട് അടുത്ത് വന്ന് നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലേ? പല ലിസ്റ്റുകളിലും ഉൾപ്പെട്ടിട്ടും ജോലി കിട്ടാതെ പോയതിന്റെ കാരണം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയതല്ലേ? മാർക്ക് കൂട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ? അതിനു വേണ്ടിയിട്ട് സയന്റിഫിക്കലി തെളിയിച്ചിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരുപാട് ആസ്പിറൻസ് പഠന മേഖലയിൽ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് UPSC മേഖലയിലൊക്കെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു സയന്റിഫിക്കലി പ്രൂവൺ തിയറി. മക്കളെ, 3:2:1 റൂൾ. എന്താണ് ഒരു രസകരമായ സംഗതിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതായത് നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ, അതിപ്പോൾ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നന്നായിട്ട് പ്രയാസമുള്ളതായിക്കോട്ടെ, അത്യാവശ്യം എളുപ്പമുള്ളതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ എടുക്കുകയാണ്. ഞാൻ ഉദാഹരണമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ എടുക്കുമ്പോൾ അതൊരു 2-3 പേജ് ലെങ്ത് വരുന്ന ടോപ്പിക്കാണെന്ന് വിചാരിക്കാം. ആദ്യം നിങ്ങൾ 3 എന്ന് പറയുന്ന നമ്പറിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് 3? മക്കളെ, 3 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന ടോപ്പിക്കിനെ 3 തവണ റീഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ള കാര്യം. അപ്പം 3 തവണ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സമയം നഷ്ടപ്പെടത്തില്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം നിങ്ങൾ ആ ടോപ്പിക്ക് മുഴുവനായി മനസ്സിരുത്തി നോർമലി നിങ്ങൾ വായിക്കും പോലെ തന്നെ വായിക്കാം. ഓക്കെ, അത് മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി ക്ലിയറായി മനസ്സിൽ പതിയും പോലെ തന്നെ വായിക്കാം. രണ്ടാമത്തെ തവണ റീഡ് ചെയ്യുമ്പോൾ ആദ്യം തവണ നിങ്ങൾ റീഡ് ചെയ്തത്ര സമയമെടുക്കാതെ വളരെ വേഗത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ, നിങ്ങൾ മാർക്ക് വല്ലതും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ കണ്ണോടിക്കാം. then ഏറ്റവും അവസാനത്തെ തവണ കുറെ കൂടി വേഗത്തിൽ, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ മറന്നുപോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പോയിന്റുകൾ മാത്രം വായിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു 2 റിവിഷൻ കൂടി, ഒരു തവണ വായിച്ചു 2 റിവിഷൻ കൂടി പൂർത്തിയാക്കും. then എന്താണ് 2? മക്കളെ, സെക്കൻഡ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ടൊക്കെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് 2 എന്ന് പറയുന്നതിൽ വരിക. അതായത് 2 തവണ നിങ്ങൾ വായിച്ച കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി 3 തവണ വായിച്ചിട്ടുണ്ട്. ആ വായിച്ച കാര്യങ്ങൾ ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മനസ്സിലൊന്ന് ഓർത്ത് നോക്കുക, എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഞാൻ പഠിച്ചത്? ഓക്കെ, അവിടെ ഞാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വന്നത്, ആരായിരുന്നു ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്നാണ് വന്നത്, അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയായിരുന്നു, ആദ്യ സമ്മേളനം എപ്പോഴാണ് നടന്നത്, ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന, ഒരിക്കലും മറന്നു പോവാൻ സാധ്യതയില്ലാത്ത ആ പോയിന്റുകൾ ഒന്ന് ഓർത്തു നോക്കുക. അതിലേതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, അതായത് മറന്നു പോകുന്നുണ്ടെങ്കിൽ, നേരെ നിങ്ങൾ ലാസ്റ്റ് തവണ, അതായത് 3 എന്ന് പറയുന്ന റേഷ്യോയിൽ അവസാനം ചെയ്ത റീഡിംഗ് ഉണ്ടല്ലോ, ഒന്ന് ഓടിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വായിച്ചു പോയ റീഡിംഗ്, ആ റീഡിംഗ് ഒരിക്കൽ കൂടി നടത്തുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ തവണ വീണ്ടും എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു വായിച്ച്, അല്ലെങ്കിൽ ഒന്ന് കൊണ്ടുവരിക, ഒന്നുകൂടി മനസ്സിലൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. അവിടെയും നിങ്ങൾ 60% മാത്രമേ ഓർത്തെടുക്കൂ, ബാക്കി 40% വിട്ടുപോകും. വീണ്ടും എന്ത് ചെയ്യുക, പോയി ജസ്റ്റ് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഓടിച്ചിട്ടുള്ള വായന എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ വിചാരിക്കരുത്, ചുമ്മാണ്ടൊന്ന് നോക്കിയാൽ എന്താണ് ഗുണം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് കിട്ടുക, കുറച്ചുകൂടി സമയം നഷ്ടം ഉണ്ടാവുകയല്ലേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഒന്ന് ഓർത്ത് നോക്കിയാണ്. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മ 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 എന്ന് എത്ര തവണ നമ്മൾ വിളിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് അമ്മ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഫീഡ് ചെയ്തത്? അതായത് മലയാളം പഠിച്ചു തുടങ്ങുന്നതിന് മുൻപേ, അക്ഷരങ്ങളെ പറ്റി ധാരണ ഉണ്ടാകുന്നതിന് മുമ്പേ നിങ്ങൾ കേട്ട് ഓർത്തെടുത്ത് പറഞ്ഞില്ലേ അമ്മ എന്ന് പറയുന്ന വാക്ക്? അത് നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഒരു കാര്യം പല തവണ പല രീതിയിൽ നിങ്ങൾ കാണുമ്പോൾ, പല രീതിയിൽ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ മനസ്സിൽ പതിയും. പിന്നീട് ചിലപ്പോൾ ഏത് അർദ്ധരാത്രിയിൽ വിളിച്ചുണർത്തിയാലും നിങ്ങൾ ആ കാര്യം പറഞ്ഞു എന്നും വരും. ഓക്കെ, അപ്പം രണ്ടാമത്തെ തിയറിയും നമ്മൾ പൂർത്തിയാക്കി, 3:2. ഇനി എന്താണ് ലാസ്റ്റിലത്തെ 1 എന്ന് പറയുന്ന തിയറി? മക്കളെ, നമ്മളിപ്പോൾ വായിച്ചു, ദെൻ റിമെമ്പർ ചെയ്യാനായിട്ട് ശ്രമിച്ചു, ദെൻ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണ ഒരു പേപ്പറും പേനയും എടുത്ത് ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കാനായിട്ട് ശ്രമിക്കാം. ഈ എഴുതി നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ആദ്യത്തെ 2 തവണയിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 70% നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. പക്ഷെ അവിടെയും ഒരു 30% നിങ്ങൾ വിട്ടുപോകും. ആ വിട്ടുപോകുന്നത് കൂടുതലും വർഷങ്ങളോ ഡേറ്റുകളോ അല്ലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകളോ ഇതേപോലെയുള്ള സംഗതികളായിരിക്കും. അതായത് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട, കുറച്ചുകൂടി ഓർത്തിരിക്കാൻ പ്രയാസമുള്ള ആ പോയിന്റുകൾ.
അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോടാ? ആ പോയിന്റുകൾ അവിടെ എഴുതിയിട്ട് കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ചെയ്ത അവസാനത്തെ ഒരു റീഡിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, വളരെ വേഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വായിച്ചു പോകുന്ന റീഡിംഗ് മെത്തേഡ്, ആ മെത്തേഡ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. മക്കൾ, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. അതായത് ഒരു ടോപ്പിക്കിന്, കോൺസ്റ്റന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ നമ്മളിപ്പോൾ എത്ര തവണ ഓട്ടോമാറ്റിക്കലി റിവൈസ് ചെയ്തിട്ടുണ്ടാവും? ആദ്യം നമ്മൾ 3 തവണ വായിച്ചു, അതിനുശേഷം 2 തവണ മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ ശ്രമിച്ചു, ലാസ്റ്റ് 1 തവണ നമ്മൾ എഴുതി. ഇവിടെയൊക്കെ വിട്ടുപോയ സംഗതികൾ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചു. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാ ടോപ്പിക്കിലും കൃത്യമായി ഫോളോ ചെയ്യുകയാണ് എങ്കിൽ ആ ടോപ്പിക്ക് പല തവണ നമ്മൾ റിവൈസ് ചെയ്യുകയും ഒരിക്കലും മറക്കാത്തത്ര ആധികാരികമായി അത് നമ്മുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. ഈ മെത്തേഡാണ് ടോപ്പ് റാങ്കേഴ്സ് എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മടുപ്പായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം, പലപ്പോഴും ഇത് ശരിയായ മെത്തേഡ് ആണോ എന്ന് തോന്നിയേക്കാം, പക്ഷെ ടോപ്പ് റാങ്കിൽ എത്തിയവർ ഇത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ഞാൻ നന്നായി പഠിക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞ് വീണ്ടും ആ ടോപ്പിക്കിനെ കാണുമ്പോൾ ആദ്യം പഠിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു പരിചയവും ഇല്ലാത്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ പുതിയ ടോപ്പിക്കുകൾ ഞാൻ എടുത്ത് പഠിച്ചു. 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് ആദ്യമായി കണ്ടതുപോലെ ഒരു പരിചയവും ഇല്ലാത്തതുപോലെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ പരീക്ഷയ്ക്ക് പലതവണ വായിച്ചിട്ട് പോയ 10-12 തവണ വായിച്ചിട്ട് പോയ ടോപ്പിക്ക് പരീക്ഷയ്ക്ക് കാണുമ്പോൾ ഇതേത് വർഷമാണ് അല്ലെങ്കിൽ ഇതേത് ടോപ്പിക്കാണ് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അവസ്ഥയും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥ. മക്കളെ, അതിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള 3:2:1 എന്ന് പറയുന്ന റേഷ്യോ. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കാനായിട്ട് ശ്രമിക്കാം. ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഈ മെത്തേഡിലൂടെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം 2026 എന്ന് പറയുന്ന വർഷം നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത വർഷമാണ്. അത് മിസ് ചെയ്താൽ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിനും മാത്രം വേക്കൻസികളോടെ ഒരു വർഷം നിങ്ങൾക്കിനി വരാൻ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ വന്നു എന്നും വരില്ല. കാരണം 4000-ഓളം വേക്കൻസികൾ ഡിഗ്രി ലെവലിൽ തരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2 നോട്ടിഫിക്കേഷനുകൾ. വേറെ ഏത് ഡിഗ്രി ലെവൽ പോസ്റ്റ് എടുത്തു വെച്ചാലും അതിനോടൊപ്പം എന്ത് ചെയ്യാൻ കഴിയില്ല, എത്താൻ കഴിയില്ല. അതേപോലെ ഫോഴ്സ് പരീക്ഷകളിൽ WCPയും CPOയും ഫയർമാനും എക്സൈസും ഒക്കെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, അവിടെയും നിങ്ങൾക്ക് ഏതാണ്ട് 4000-ഓളം വേക്കൻസികളുമായിട്ട് ഒരു വലിയ അടിപൊളി പോസ്റ്റ് നിൽപ്പുണ്ട്. മക്കളെ, ഇത്രയും അവസരങ്ങൾ ഒരുമിച്ച് വരുന്ന ഏതാണ്ട് 10,000-ലധികം വേക്കൻസികൾ നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുന്ന ആ ഒരു വർഷം അത് 2026 മാത്രമായിരിക്കും. മക്കളെ, ആ കോമ്പറ്റീഷനെ നിങ്ങൾ പുള്ളു ചെയ്യണമെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ഓടാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്, മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നേ ഓടാനാണ്. എന്താണ് നിങ്ങളുടെ ഫോൾട്ടോ? മറ്റുള്ള കുട്ടികൾ എന്താണ് മിസ് ചെയ്യുന്നത്? ആ മിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിനേഷൻ ഇയർ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ, അതായത് പേഴ്സണലി നിങ്ങൾക്ക് ഒരേ രീതിയിൽ തന്നെ പഠിച്ചു പോകുമ്പോൾ വല്ലാത്ത മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ തീർച്ചയായും അത് എടുക്കണം. അത് എടുക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ എക്സാം ക്രാക്ക് ചെയ്തവർക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഈ ഫീൽഡിൽ കുറെ അധികം നാളുകളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി തരാനായിട്ട് പറ്റും. ആ വഴികൾ, ജോലി നേടാനുള്ള വഴികൾ, ആ സൂപ്പർ ട്രിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പറ്റും. മക്കളെ, അതുകൊണ്ടാണ് സൂപ്പർ നോട്ട്സ് പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടിയ 2 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ചാണ്. രണ്ടാമത്തത് ഫോഴ്സ് പരീക്ഷകളായിട്ടുള്ള CPO, WCPO, CEO, ഫയർമാൻ തുടങ്ങിയ പരീക്ഷകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ച് അത് എൻ്റെ നേതൃത്വത്തിലാണ്. ഈ 2 ബാച്ചുകളിലും നമ്മൾ ഉറപ്പുവരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ കുട്ടിയും ഓരോ ദിവസവും പഠിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്? ഇപ്പം മെന്റർഷിപ്പ് ഉള്ള ബാച്ചാണ് എന്ന് പറഞ്ഞാൽ പോലും, ഓക്കെ, മെന്റർഷിപ്പ് ഉണ്ട് എന്ന് വാഗ്ദാനം തന്നിട്ടാണ് നിങ്ങളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നത് എങ്കിൽ പോലും ഒരു തവണയെങ്കിലും തിരിഞ്ഞു നോക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് ഇട്ടേക്കാം, ഗൂഗിൾ മീറ്റ് ഒക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓക്കെ സെറ്റാക്കി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കാം. അത് മാസത്തിൽ ഒരിക്കലോ മറ്റോ ചെയ്യുന്ന ഒരു മെന്റർഷിപ്പിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പണം മുടക്കിയിട്ടില്ലേ? മക്കളെ, നമ്മൾ ഇവിടെ പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
നിങ്ങൾക്ക് എന്താണോ കുറവുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി ചെയ്തിരിക്കും. ഓരോ ദിവസവും ഓരോ കുട്ടിയും പഠിക്കാനുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ ഓരോ ബാച്ചിലർ സ്റ്റുഡൻസും എന്നെയും അമൽ സാറിനെയും ഒക്കെ ഓരോ ദിവസവും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ ഗൈഡൻസ് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഇടവേളകളിൽ 2-3 ദിവസം കൂടുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് മെന്റർഷിപ്പ് സെഷനുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളെയും ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ 2 ബാച്ചുകളിൽ ഏതിലാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് അതിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ആ സീറ്റ്സ് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാ. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സീറ്റ് നിങ്ങളുടേതായിരിക്കും. അപ്പോൾ മറക്കണ്ട, 3:2:1 എന്ന് പറയുന്ന റൂള് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൂളാണ്. ജോലി നേടാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആ റൂളാണ്. നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങളാണോ ജോലി നേടേണ്ടത് അതോ മറ്റൊരാളാണോ?